ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജിക്കാരനെതിരെ പോലീസ് റിപ്പോർട്ട്. പായിച്ചിറ നവാസിനെതിരെയാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നവാസിന്റെ ഹർജികളും വിവരാവകാശ അപേക്ഷകളും സംശയാസ്പദമാണെന്ന് പോലീസ് പറഞ്ഞു. മുൻമന്ത്രി അനൂപ് ജേക്കബിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് നവാസ്. വിവരങ്ങളുമായി രേഷ്മ ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ച പായിച്ചിറ നവാസിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് നിലവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പായിച്ചിറ നവാസിനെതിരെ അന്വേഷണം നടത്താനായിട്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. നവാസിന്റെ ഹർജികളും വിവരാവകാശ അപേക്ഷകളും സംശയാസ്പദം ആണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായിട്ടുള്ള ഹർജികൾ വഴി നിരവധി നിയമവിരുദ്ധമായിട്ട് പണം സമ്പാദിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയായിട്ടുള്ള അനൂപ് ജേക്കബിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി കൂടിയായിരുന്നു നവാസ്. ആ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. പോക്സോ കേസിലടക്കം പായിച്ചിറ നവാസ് പ്രതിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി നേരത്തെ തന്നെ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ച സമയത്താണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ സംശുദ്ധിയില്ല, അതിന്റെ അടിസ്ഥാനമില്ല, ആധികാരികതയില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പായിച്ചിറ നവാസിനെതിരെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ, അതായത് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിക്കുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഒപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോക്സോ കേസിലടക്കം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് പായിച്ചിറ നവാസ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതിയിലും വിവരാവകാശ അപേക്ഷകൾ നൽകുന്നതും വഴി അനധികൃതമായിട്ട് പണം സമ്പാദിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നിലവിൽ പായിച്ചിറ നവാസിനെതിരെ അന്വേഷണം നടത്താനായിട്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.